PJ വിൻസെന്റ്, ഈ ഇസ്രയേൽ അറബ് സംഘർഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദോഹയിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നത്. നമുക്കറിയാം, ഖത്തറാണ് ഈ സമാധാന ചർച്ചകളുടെ ഇപ്പോഴത്തെ മീഡിയേറ്റർ. അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസ് അൽ ഉദൈദ് സ്ഥിതി ചെയ്യുന്നതും ഖത്തറിലാണ്. ഖത്തറിനെ എന്ന് പറഞ്ഞുകൂടാ, ഖത്തറിൽ ഒരു ആക്രമണം നടത്തുക വഴി ഇസ്രയേൽ അറബ് സംഘർഷം ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവിൽ എത്താനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. അത്യന്തം പ്രകോപനപരമായ ഒരു സമീപനമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ ഗസ യുദ്ധം ആരംഭിച്ചതിന് ശേഷം എല്ലാ നയതന്ത്ര ചർച്ചകൾക്കും ആതിഥ്യം വരളുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന രാജ്യമാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഖത്തറും ഈജിപ്തും ചേർന്നിട്ട് ഏറ്റവും അവസാനം മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിന് അപ്പടി അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായി. പക്ഷേ ഇസ്രായേൽ തയ്യാറായില്ല. ഇവിടെ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 6 സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളെയാണ് ഇസ്രായേൽ കടന്നാക്രമിച്ചത്. അതിൽ ലെബനൻ, സിറിയ, ഇറാൻ, യമൻ, ഈ രാജ്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഖത്തറിനെ ആക്രമിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്ന് ഖത്തറിനെ വ്യത്യസ്തമാക്കുന്നത് അത് ഗൾഫ് മേഖലയിലെ ഒരു കുഞ്ഞൻ രാജ്യമാണ്. ഇതുവരെ ഒരു രാജ്യത്തെയും ആക്രമിക്കുവാനോ പോകുന്ന ഒരു രാജ്യമല്ല. അങ്ങേയറ്റം പീസ്ഫുള്ളായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യം. മാത്രവുമല്ല, ഒരു വേൾഡ് കപ്പൊക്കെ നടത്താൻ കഴിയുന്ന രൂപത്തിൽ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യമാണ്. അതിൻ്റെ ഒരു കുഞ്ഞൻ രാഷ്ട്രം എന്നതിനപ്പുറത്തേക്ക് വലിയ സ്വാധീനം ആഗോള രാഷ്ട്രീയത്തിൽ ചെലുത്താൻ ഖത്തറിന് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഈ ഹമാസിൻ്റെ ലീഡർഷിപ്പ് പലപ്പോഴും ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നതൊരു വാസ്തവമാണ്. ഖാലിദ് മിഷാൽ എത്രയോ കാലമായി ദോഹയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ തന്നെ ഈ ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന ഹമാസിൻ്റെ പ്രതിനിധി ഖലീൽ അൽ ഹയ്യ, അദ്ദേഹം ദോഹയിലാണുള്ളത്. ഇന്നലെ അദ്ദേഹം ഖത്തറിൻ്റെ ഖത്തറിൻ്റെ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയുമായിട്ട് ചർച്ച നടത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു ഭാവിയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ആ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ചർച്ചയിൽ ഹമാസ് ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് എന്നത് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല. ഏത് സമാധാന ചർച്ചയിലും ഒരു കക്ഷിയാണ് ഹമാസ്. അവിടെ വെടിനിർത്തൽ ഉണ്ടാകണമെങ്കിലും അവിടെ സമാധാനം സ്ഥാപിക്കണമെങ്കിലും ചർച്ച ചെയ്യേണ്ട ഒരു കക്ഷിയാണ്. അതിൽ ചർച്ച ചെയ്യുന്ന നയതന്ത്ര പ്രതിനിധികളുടെ സ്റ്റാറ്റസ് ഈ ഹമാസിനു വേണ്ടി ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് കൊടുക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഖലീൽ അൽ ഹയ്യ ഈ ഹമാസിൻ്റെ ചർച്ചയെ നേതൃത്വം കൊടുക്കുന്ന ടീമിൻ്റെ ഹെഡാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് അക്രമം നടത്തുക എന്നത് ഈ നയതന്ത്ര ബന്ധങ്ങളിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും കേൾവിയില്ലാത്ത കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 1914 വുഡ്രോ വിൽസൻ്റെ 14 പരിപാടികളിൽ തുടങ്ങി ലീഗ് ഓഫ് നേഷൻസും ഐക്യരാഷ്ട്രസഭയും എല്ലാം രൂപം കൊണ്ട സന്ദർഭത്തിൽ ലോകമെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായ കാര്യമാണ്. ഖത്തർ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ആ രാജ്യത്ത് ഇസ്രായേലിൻ്റെ ശത്രു ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. അതുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പക്ഷേ ആ രാജ്യത്തിൻ്റെ അനുമതിയില്ലാതെ ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ അതിലംഘിച്ചുകൊണ്ട് ഖത്തറിൽ ആക്രമണം നടത്താൻ ഇസ്രായേലിന് സാധിക്കില്ല, അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഏത് രാജ്യത്തിനും തങ്ങളുടെ ശത്രുക്കൾ മറ്റു രാജ്യങ്ങളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആക്രമണം നടത്താൻ പറ്റുമല്ലോ. അപ്പോൾ അന്താരാഷ്ട്ര ബന്ധങ്ങളിലും രാജ്യാന്തരീയ വ്യവസ്ഥയിലും പാലിക്കേണ്ടുന്ന അടിസ്ഥാന പ്രമാണത്തിൻ്റെ ലംഘനമാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പോൾ യമൻ അല്ലെങ്കിൽ ഇറാൻ, ലെബനൻ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് സംഘർഷത്തിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ലെബനൻ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കുന്നുണ്ട്. അതുപോലെ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ പ്രതിരോധം സിറിയയിൽ നിന്നുണ്ടാവുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരുപക്ഷെ ന്യായീകരിക്കാൻ സാധിച്ചേക്കാം. അതല്ലെങ്കിൽ ഹമാസിനെയും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും പിന്തുണ നൽകുകയും സ്പോൺസർ ചെയ്യുകയും ചെയ്യുന്നത് ഇറാനാണ് എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ അത് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ഖത്തർ ഈ ഗണത്തിലൊന്നും പെടുന്ന രാജ്യമല്ല.
അങ്ങേയറ്റം സമാധാനപൂർവ്വമായി ജീവിക്കുന്ന വലിയ സാമ്പത്തിക ശക്തിയുള്ള ഗൾഫ് മേഖലയിലെ ഒരു രാജ്യമാണ്. ഗൾഫ് മേഖലയിലെ ഒരു രാജ്യവും സംഘർഷത്തിലേക്ക് പോകുന്നില്ല എന്നത് വാസ്തവമാണ്. അപ്പോഴാണ് ഈ യഥാർത്ഥത്തിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ സംഭാവന ചെയ്യാൻ സാധ്യതയും ശേഷിയുമുള്ള അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് അവിടെ ആക്രമണം നടക്കുന്നത്. ഇത് ഹമാസിൻ്റെ നേതാക്കളെയോ ഹമാസിൻ്റെ പ്രതിനിധികളെയോ കൊലപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ഈ ഖത്തറിൻ്റെ പരമാധികാരത്തെ അതിലംഘിച്ചു എന്ന വളരെ ഗുരുതരമായ കുറ്റകൃത്യം ഇസ്രായേൽ എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ അതിർത്തിയിൽ കടന്ന് നടത്തിയ ആക്രമണം എന്ന വലിയ പ്രത്യാഘാതം നിശ്ചയമായും അക്കാര്യത്തിലുണ്ട്.